മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റിംഗിന്റെ കോർ കൺസെപ്റ്റ്സുകൾ ഏതൊക്കെയാണ് എന്നതാണ്. മാർക്കറ്റിംഗിന്റെ പ്രധാന കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കോർ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, marketing is a social and managerial process by which individuals and groups obtain what they need and want through creating, offering and exchanging products of value with others. ഫിലിപ്പ് കോട്ട്ലറിന്റെ അഭിപ്രായത്തിൽ മാർക്കറ്റിംഗ് എന്നാൽ മറ്റുള്ളവരുമായും മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ, പ്രദാനം ചെയ്യുന്നതിലൂടെ, വിനിമയത്തിലൂടെ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും അവർക്ക് ആവശ്യമുള്ള, അവർ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുന്ന ഒരു സാമൂഹിക മാനേജീരിയൽ പ്രക്രിയയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദ കോർ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ആസ് ഷോൺ ബിലോ. താഴെ പറയുന്നവയാണ് മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ. അതിൽ ആദ്യത്തേത് നീഡാണ്, ആവശ്യങ്ങൾ എന്നാണ്. നീഡ് ഈസ് സിംപ്ലി എ നെസസിറ്റി. ഇറ്റ് ഈസ് എ ബേസിക് ഹ്യൂമൻ റിക്വയർമെന്റ് ദാറ്റ് അറൈസ് ഫ്രം എ ഫീലിംഗ് ദാറ്റ് he lacks something. മാർക്കറ്റിംഗിന്റെ ഒരു പ്രധാന കൺസെപ്റ്റാണ് നീഡ് എന്ന് പറയുന്നത്, ആവശ്യം എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ ആവശ്യകത എന്നതാണ് നീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അടിസ്ഥാനപരമായ മനുഷ്യന്റെ ആവശ്യങ്ങളാണ്. നീഡ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യന്റെ ആവശ്യങ്ങളാണ് നീഡ് എന്ന് പറയുന്നത്. ഈ അടിസ്ഥാനപരമായ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തോ അഭാവമുണ്ടെന്ന തോന്നലിൽ നിന്നാണ് അവനിൽ ഉടലെടുക്കുന്നത്. അടുത്ത കൺസെപ്റ്റ് വാണ്ട് ആണ്. വാണ്ട്സ് ആർ ഡിസയേഴ്സ് ഫോർ സ്പെസിഫിക് സാറ്റിസ്ഫൈസ്. വാണ്ട്സ് ആർ തിങ്സ് ദാറ്റ് സാറ്റിസ്ഫൈ അവർ നീഡ്സ്. ഇൻ ദിസ് വേ വാണ്ട്സ് ആർ ഡിഫറെന്റ് ഫ്രം നീഡ്സ് ആൻഡ് വാണ്ട്സ് എമർജ് ഫ്രം നീഡ്സ്. അതായത് വാണ്ട് അഥവാ ആഗ്രഹം, ആഗ്രഹം എന്നാൽ പ്രത്യേക സംതൃപ്തി നൽകുന്ന വസ്തുവിന് വേണ്ടിയുള്ള ആഗ്രഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാണ്ട്സ് എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സാധനങ്ങൾ എന്നർത്ഥം. ഈ രീതിയിൽ വാണ്ട്സ് നീഡുകളിൽ നിന്നും വ്യത്യസ്തമാണ് എന്നർത്ഥം. വാണ്ട്സ് ഉത്ഭവിക്കുന്നത് നീഡുകളിൽ നിന്നുമാണ്. ഇനി വാണ്ട്സും നീഡും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? നീഡ്സ് ആർ ജനറൽ ബട്ട് വാണ്ട്സ് ആർ സ്പെസിഫിക്. നീഡുകള് പൊതുവായിട്ടുള്ളതും വാണ്ടുകള് പ്രത്യേകമായിട്ടുള്ളതുമാണ്. നീഡ്സ് ആർ ലിമിറ്റഡ് ബട്ട് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നീഡുകൾക്ക് പരിധിയുള്ളതും എന്നാൽ വാണ്ടുകൾക്ക് പരിധി ഇല്ലാത്തതുമാണ് എന്നർത്ഥം. നീഡ്സ് കനോട്ട് ബി ക്രിയേറ്റഡ് ബൈ മാർക്കറ്റേഴ്സ് ബട്ട് വാണ്ട്സ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഒരു മാർക്കറ്ററിന് നീഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ വാണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, വെള്ളം നമുക്കറിയാം ദാഹം ശമിപ്പിക്കുന്നതാണ്. ഇതൊരു നീഡാണ്. എന്നാൽ പെപ്സി, കൊക്കക്കോള, സ്പ്രൈറ്റ് തുടങ്ങിയ പാനീയങ്ങളാണ് വാണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിമാൻഡ് ഈസ് എ വാണ്ട് ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ഓഫ് എ പേഴ്സൺ ടു ബൈ ദ സെയിം. വാണ്ട്സ് ബിക്കം ഡിമാൻഡ് when a person has the ability to spend the needed amount and also has the willingness to do so. അടുത്ത ഡിമാൻഡ് ആണ് അടുത്ത കൺസെപ്റ്റ്. ഡിമാൻഡ് എന്നാൽ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് വേണ്ടിയുള്ള വാണ്ടാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് ആ ഉൽപ്പന്നം വാങ്ങുന്നതിനുള്ള ആ വ്യക്തിയുടെ വില്ലിംഗ്നെസ് അഥവാ മനസ്സും അതുപോലെ തന്നെ എബിലിറ്റി അഥവാ ആ വ്യക്തിയുടെ കഴിവിനെയും ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു കാര്യമാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക്
ഒരു സാധനം വാങ്ങുന്നതിന് ആവശ്യമായ പണം ചിലവഴിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ, അതായത് എബിലിറ്റി ഉണ്ടെങ്കിൽ, അതുപോലെ അപ്രകാരം വാങ്ങുന്നതിനുള്ള മനസ്സുണ്ടെങ്കിൽ, അതായത് വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ, ഒരു വാണ്ട് ഡിമാൻഡായിട്ട് മാറുന്നു എന്നർത്ഥം. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് എ പ്രോഡക്റ്റ് ഈസ് എനിത്തിങ് ദാറ്റ് എ സെല്ലർ sells with an intention to satisfy the need or want of a specific person. Products include goods, services, or even ideas. Products are demanded when they are sufficient enough to satisfy specific requirements of customers. അടുത്ത പ്രോഡക്റ്റ് ആണ്, ഉൽപ്പന്നത്തെ സംബന്ധിച്ചാണ്. ഒരു ഉൽപ്പന്നം ഒരു പ്രത്യേക വ്യക്തിയുടെ നീഡ് അല്ലെങ്കിൽ വാണ്ട് പൂർത്തീകരിക്കുവാനുള്ള ഉദ്ദേശത്തോടെ ഒരു സെല്ലർ വിൽക്കുന്നതെന്തിനേയും ഉൽപ്പന്നം എന്ന് പറയുന്നു. സാധനം, സേവനം അല്ലെങ്കിൽ ആശയങ്ങൾ പോലും ഉൽപ്പന്നത്തിൽ ഉൾപ്പെടും. ഉപഭോക്താവിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ മതിയായ വേണ്ടുവോളമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. അടുത്ത കൺസെപ്റ്റ് വാല്യൂ എന്നതാണ്. മൂല്യം, വാല്യൂ. ഇറ്റ് ഈസ് ആൻ അസസ്മെന്റ് ഓഫ് ദി വർത്ത് ഓഫ് എ ഗുഡ് ഓർ സർവീസ്. വാല്യൂ മീൻസ് യൂട്ടിലിറ്റി പെർ യൂണിറ്റ് പ്രൈസ് പെയ്ഡ്. വാല്യൂ ഈസ് ദി റിലേഷൻ ഓഫ് ബെനിഫിറ്റ്സ് ടു കോസ്റ്റ്, ഓർ ഇറ്റ് ഈസ് ആൻ എഫർട്ട് ടു അസ് വാട്ട് വി ഗീവ് വിത്ത് വാട്ട് വി ഗെറ്റ്. വാല്യൂ അഥവാ മൂല്യം. ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ മൂല്യം അഥവാ വർത്ത് വിലയിരുത്തുക എന്നതാണ് വാല്യൂ കൊണ്ട് അർത്ഥമാക്കുന്നത്. വാല്യൂ എന്നാൽ ഓരോ യൂണിറ്റ് വില നൽകുന്നതിൻ്റെ പ്രയോജനത്വമാണ്. വാല്യൂ എന്നാൽ ചെലവും അതിൻ്റെ പ്രയോജനവും തമ്മിലുള്ള ഒരു ബന്ധവുമാണ്. അടുത്ത സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി. Satisfaction is the want satisfying capacity of a product or service. A product is purchased by a customer with the ultimate objective of satisfying a need or a want. If the actual value realized is equal to expected value, the customer gets satisfied. Satisfaction, സംതൃപ്തി. ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ വാണ്ട് പൂർത്തീകരിക്കുന്നതിനുള്ള കഴിവാണ് സംതൃപ്തി എന്ന് പറയുന്നത്. ഒരു നീഡ് അല്ലെങ്കിൽ വാണ്ട് പൂർത്തീകരിക്കുക എന്ന അന്തിമ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരു ഉപഭോക്താവ് ഒരു ഉൽപ്പന്നം വാങ്ങുന്നത്. ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന മൂല്യം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുകയാണെങ്കിൽ ഉപഭോക്താവിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നു എന്നതാണ്. അടുത്തത് റിലേഷൻഷിപ്പ് ആൻഡ് നെറ്റ്വർക്ക്സ് ആണ്. Transactions help a businessman to create relationship with the customer. Relationship marketing is simply the process of creating, maintaining, and enhancing strong relationship with the customers, employees, dealers, and shareholders. Relationship marketing helps a businessman to build strong ties with the different stakeholders. റിലേഷൻഷിപ്പ് ആൻഡ് നെറ്റ്വർക്ക്സ്. കൈമാറ്റത്തിലൂടെ ഒരു ബിസിനസ്സുകാരൻ ഉപഭോക്താവുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്നാൽ ഉപഭോക്താവുമായും ജീവനക്കാരുമായും ഡീലർമാരുമായും ഷെയർ ഹോൾഡേഴ്സുമാരുമായും ശക്തമായ ബന്ധം സൃഷ്ടിക്കുന്ന, പരിപാലിക്കുന്ന, വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗിൽ വ്യത്യസ്തമായ ഷെയർ ഹോൾഡേഴ്സുമായും ഒരു ബന്ധം സൃഷ്ടിക്കുന്നതിനും ശക്തമായ ഒരു ശൃംഖല, അതായത് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിനും ബിസിനസ്സിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അടുത്തായിട്ട് മാർക്കറ്റേഴ്സും പ്രോസ്പെക്ട്സും എന്താണെന്ന് നോക്കാം. മാർക്കറ്റേഴ്സ് ആൻഡ് പ്രോസ്പെക്ട്സ്. പ്രോസ്പെക്ട് ഈസ് സമൺ ഹൂ മാർക്കറ്റർ ഐഡന്റിഫൈസ് ആസ് പൊട്ടൻഷ്യലി വില്ലിംഗ് and able to engage in exchange. Marketer may be seller or buyer. Most of the time, marketer is a seller. A marketer is a company serving a market in the face of competition. ഒരു മാർക്കറ്റർ തിരിച്ചറിയുന്ന, വിനിമയത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള
പൊട്ടൻഷ്യലി വില്ലിംഗ് ആയിട്ടുള്ള ഏബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. മാർക്കറ്റർ ഒരു സെല്ലറോ ബയറോ ആകാം. എന്നാൽ സാധാരണഗതിയിൽ മാർക്കറ്റർ ഒരു സെല്ലർ ആയിരിക്കും. മാർക്കറ്റർ എന്നാൽ ഒരു മാർക്കറ്റിലെ മത്സരത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു കമ്പനിയാണ്. അടുത്തായിട്ട് നമുക്ക് 3 കൺസെപ്റ്റുകൾ പഠിക്കാം. മാർക്കറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അതിലാദ്യത്തേത് മാർക്കറ്റ്. That place where both the buyer and seller assemble for the purpose of business is called a market. In a wider sense, a market can signify any area in which buyers and sellers are in contact with one another. ബിസിനസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ബയറും സെല്ലറും സമ്മേളിക്കുന്ന ആ സ്ഥലമാണ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി വിപുലമായി പറഞ്ഞാൽ മാർക്കറ്റ് എന്നാൽ ബയറും സെല്ലറും പരസ്പര സമ്പർക്കത്തിലുള്ള ആ ഏരിയയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, മാർക്കറ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ പീപ്പിൾ ആൻഡ് ദ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ദി ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡക്ഷൻ ടു കൺസംപ്ഷൻ. അതായത് ഉൽപാദനം മുതൽ ഉപഭോഗം വരെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് 3 ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റീസ്. മാർക്കറ്റിംഗിൽ 3 തരം യൂട്ടിലിറ്റികളാണുള്ളത്. 1 പ്ലേസ് യൂട്ടിലിറ്റി, 2 ടൈം യൂട്ടിലിറ്റി, 3 പൊസഷൻ യൂട്ടിലിറ്റി. ഓരോന്ന് നമുക്ക് നോക്കാം. പ്ലേസ് യൂട്ടിലിറ്റി. ഗുഡ്സ് ആർ ടേക്കൺ ഫ്രം ദ പ്ലേസ് ഓഫ് ഒറിജിൻ ടു ദി പോയിന്റ് ഓഫ് സെല്ലിംഗ്. ഇവിടെ പ്ലേസ് യൂട്ടിലിറ്റിയിൽ സാധനങ്ങൾ ഉൽപാദന സ്ഥലത്ത് നിന്നും സെല്ലിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ടൈം യൂട്ടിലിറ്റി. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവൈലബിൾ ദ ഗുഡ്സ് എക്സാക്ട്ലി അറ്റ് ദ ടൈം വെൻ ദേ ആർ റിക്വയർഡ് ബൈ ദി ഫൈനൽ കൺസ്യൂമേഴ്സ്. ടൈം യൂട്ടിലിറ്റി എന്നാൽ ഇതിൽ ഉപഭോക്താവിന് ആവശ്യമുള്ള സമയത്ത് സാധനം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ടൈം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അവസാനത്തെ 3ാമത്തേത് പൊസഷൻ യൂട്ടിലിറ്റിയാണ്. ദിസ് ഈസ് റിലേഷൻ ടു ദി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് ടൈം ടു ദി അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. പൊസഷൻ യൂട്ടിലിറ്റി എന്നാൽ ഇവിടെ ഉപഭോക്താവിലേക്ക് ശരിയായ സമയത്ത് ശരിയായ അളവിൽ സാധനങ്ങളുടെ ഓണർഷിപ്പും പൊസഷനും കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത അവസാനത്തെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. അക്കോർഡിംഗ് ടു ദി അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദി കൺസെപ്ഷൻ, പ്രൈസിംഗ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡിയാസ്, ഗുഡ്സ്, സർവീസസ് to create exchanges that satisfy individual and organizational goals. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റിനെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു. വ്യക്തികളുടെയും സ്ഥാപനത്തിന്റെയും ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി വിനിമയം സൃഷ്ടിച്ചുകൊണ്ട് ആശയങ്ങളുടെ, സാധനങ്ങളുടെ അല്ലെങ്കിൽ സേവനങ്ങളുടെ കൺസെപ്ഷൻ, പ്രൈസിംഗ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയുടെ ആസൂത്രണവും അതിൻ്റെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്.